ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ഈ വീഡിയോ ചെയ്തിട്ടില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. ആൻഡ് ഞാനിപ്പോൾ ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്നൊരു എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, അപ്പോൾ അതിന് പോകാനുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കാണുന്നത്. ഞാൻ NCC ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു 10 ദിവസത്തേക്ക്. അപ്പോൾ ഫുൾ ടാൻ ആയി ഗൈസ്. അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാനൊരു ഇൻട്രസ്റ്റേ ഇല്ല. പക്ഷെ എന്നാലും കുറേ ആയി ഇത്തിരി ഒരുങ്ങിയിട്ടൊക്കെ കല്യാണത്തിനും അങ്ങനെയൊക്കെ പോയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ മേക്കപ്പ് ചെയ്യണത്. അപ്പോൾ അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, നോർമലി എല്ലാവരും ചെയ്യണ പോലെയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തു, കാരണം ഫ്രണ്ടിലേക്ക് വരും. അതുകൊണ്ട് സോ ഗൈസ്, ഈ ഒരു മിററും ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലുണ്ട് ഗായ്സ്, അപ്പോൾ നമുക്ക് നല്ലോണം സൺസ്ക്രീൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണത് നമ്മുടെ ഫേസസ് കാനഡാൻ്റെ ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഇല്ലേ, ഇതാണ് ഇടുന്നത്. ഇത് ഇത്രയായി ഗൈസ്, കുറേ വാങ്ങിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇട്ട് കൊടുക്കാം. കുറച്ച് എടുക്കണമല്ലോ. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല, ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. മേക്കപ്പ് പറയണ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് മൈൻഡ്. ഓക്കെ, ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ കൊണ്ടാണ് ചെയ്യാറ്. മൈ ഗോഡ്, ഞാൻ എൻ്റെ ഉമ്മാൻ്റെയും അപ്പാൻ്റെയും റൂമിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യണത്. കാരണം എൻ്റെ റൂമിൽ ലൈറ്റിംഗ് ഇല്ല. അപ്പോൾ ഞാൻ ഈ റൂമിൽ ജനലിൽ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്യാൻ വിചാരിച്ചു. ഗൈസ്, ഇപ്പോൾ കണ്ടോ, ആ ഒരു സാധനം ഇട്ടതിൻ്റെ ഗ്ലോ ആണ് ഇപ്പോൾ മുഖത്ത്. ടാൻ അടിച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നും ഫേസിലിട്ടാലൊന്നും അറിയൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒരു എൻഗേജ്മെൻറ്റ് ഒരു പരിപാടിക്ക് പോകണോണ്ടാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇടുന്നത് ഈ ഒരു ഫേസസ് കാനഡാൻ്റെ 3-in-1 ഹൈഡ്രാ ഫൗണ്ടേഷൻ ഉണ്ട്, മോയ്സ്ചറൈസർ സൺസ്ക്രീനും ഉണ്ട്. ഇത് ഇട്ട് കൊടുക്കുക. ഓൾ ഡേ ഹൈഡ്രാമേറ്റ് ഫൗണ്ടേഷനാണ്. ഇതെല്ലാവർക്കും അറിയണമായിരിക്കും. ഞാനിതിൻ്റെ ഹൈപ്പ് കണ്ട് മേടിച്ച് തന്നെയാണ്. പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരു പൊട്ട് എടുക്കുള്ളൂ ഗൈസ്. കുറച്ച് നെറ്റിയിൽ കൊടുക്കാം. കിട്ടില്ല. ഞാനിപ്പോൾ കുറേ ആയി ഗായ്സ് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇനി അങ്ങോട്ട് നന്നായി ഇടണം വിചാരിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇങ്ങനെ 10 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് അവിടെ പോയിട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടാനൊക്കെ വിചാരിച്ചാണ് ലോങ് വീഡിയോസ്. പിന്നെ അവിടുത്തെ അവസ്ഥ ക്യാമ്പിന് പോയിട്ടുള്ളവർക്ക് അറിയാലോ. 4:30 മണിക്ക് എണിക്കണം, 5 മിനിറ്റ് കൊണ്ടൊക്കെ എനിക്ക് റെഡിയാവും. വരുമ്പോഴും 8:30 ആവും. ഇതൊരു ടൈം അവിടെ, അതുകൊണ്ടൊന്നും എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സിൻ്റെ കേട്ടോ. അതുകൊണ്ട് വൈകിട്ട് ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എത്രയായി, 3 ആഴ്ച എങ്ങാണ്ടായി തോന്നുന്നു ഗൈസ്. ഇപ്പോൾ ആ ഒരു ബേസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് എന്താ ബ്ലഷ് ഇടാം. ഇതാണ് നമ്മുടെ ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ്. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫേസസ് കാനഡൻ്റെ ഇതും അല്ലാണ്ട് ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഫേസസ് കാനഡൻ്റെ റിവ്യൂ ഞാൻ മാത്രമേ ചെയ്യാത്തുണ്ടാവുള്ളൂ. കാരണം ഏത് ഇതിൽ പോയി നോക്കിയാലും ആ ഒരു ഇതിൻ്റെ ഉണ്ടാവും, റിവ്യൂ ഉണ്ടാവും. ഞാൻ എന്തിനാണ് അപ്പോൾ ഈ ബ്ലഷ് ഇട്ട് കൊടുക്കുക. കാരണം പൗഡർ എനിക്ക് എന്തായാലും വേണം, ഓയിലാവും, സെറ്റാവും എൻ്റെ ഫേസ്. അപ്പോൾ പൗഡർ ഇടുന്ന ടൈമിൽ ബ്ലഷ് ഇത്ര ഇട്ടാലും ഇടാത്ത കുഴപ്പം. അതുകൊണ്ട് ബ്ലഷ് എടുക്കാം ഗൈസ്. എനിക്ക് അറിയുന്നില്ല ഇതിൽ ബ്ലഷിൻ്റെ ഒരു സാധനം കാണാം. ഞാനും ഉമ്മയാണ് പോണത്. വാപ്പയും ഇക്കയും പോയിട്ട് വരും ഇപ്പോൾ. എന്നിട്ട് ഞങ്ങൾ പോകും, കാരണം ഇപ്പോൾ കടയിൽ ആളില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇനി എന്തിടാം? ഇനി നമുക്ക് ഹൈലൈറ്റർ ഇടാം. വേണ്ട, ഹൈലൈറ്റർ ഇപ്പോൾ ഇടണ്ട, നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബ്ലൂ ഹെവൻ്റെ പേൾ ഗ്ലോ കോമ്പാക്ട് പൗഡറാണ്.
SPF 15 PA 4+ ഒക്കെ വരുന്നുണ്ട്. ഇതിൽ തന്നെ മിററുണ്ട് കേട്ടോ. കുറച്ച് കഴുത്തിട്ട് കൊടുക്കാം. കഴുത്തു തന്നെ അല്ലേ. അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ ഇതൊക്കെ എഴുതാം. എനിക്ക് നോക്കി എഴുതാൻ കിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ലാക്മിൻ്റെ അൾട്ടിമേറ്റ് ഗ്ലാം ഐലൈനറാണ്. ഞാൻ എപ്പോഴും ഡാസ്ലർ തന്നെ യൂസ് ചെയ്യാം. ഇതിവിടെ കണ്ടപ്പെടുത്തും. വേറെ എന്തെങ്കിലും കൈ വരയ്ക്കും. അപ്പോൾ കണ്ണ് എഴുതിയിട്ടുണ്ട്. രണ്ടും ഒരുപോലെ ഇല്ലയെന്ന് എനിക്കറിയാം. എനിക്കൊന്നും ചെയ്യാനുള്ള ഒരു ഇതില്ല. എന്താണെന്നറിയില്ല, ഇഷ്ടമാവണില്ല. ടാൻ അടിച്ചു ഗൈസ് നല്ല പോലെ. ബട്ട് ഐ ഡോണ്ട് കെയർ. ആൻഡ് ഇപ്പോൾ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മസ്കാര ഇടാം. ഞാൻ അധികം ഇടാറൊന്നുമില്ല, എന്നാലും ഇടുന്നുണ്ട്. ഇത് ബ്ലൂ ഹെവൻ്റെ തന്നെയാണ്. ബ്ലൂ ഹെവൻ്റെ കുറേ സാധനമുണ്ട്. ഇതിലില്ല ഗൈസ്, തീർന്നു. പക്ഷെ എന്നാലും ആണ്. ഈ ലിപ്സ്റ്റിക്ക് ഇടണോ? ഇത് മാൾസിൻ്റെ കോറസ്കളാണ്. അതോ ഈ ഒരു മാൾസിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് കാണും. മറ്റേ ചെറിയ കോളാന്നുള്ള ഈ ഒരു ടിൻ്റ് ഇടണോ നോക്കണം. മറ്റേ ഒരു ഗ്ലോസ് ഇട്ട് പറഞ്ഞാൽ അത് വേഗം പോകും. അതാണ് ഞാൻ അതിടാത്തത്. നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേതിടാം, കോറസ്കൾ. അതിനായിട്ട് ഞാൻ ഈ ലിപ് ലൈനറാണ് എടുക്കുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിൻ്റെ ബർഗണ്ടി എന്നുള്ളൊരു ഷെയ്ഡാണ്. 9 ഷെയ്ഡ്. അത്രയ്ക്ക് ലൈൻ ചെയ്യാനുള്ള കാരണം ആ കോറസ്കൾ അറിയായിരിക്കും. നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ഇപ്പോൾ ഇട്ട ലിപ് ലൈനറും ഡാർക്കാണ്. അപ്പോൾ ഈ ഒരു ഇതിട്ട് കൊടുക്കുക. ഇത് മാൾസിൻ്റെ ചോക്കോ ബട്ടർ 12 ആണ്, 14 ആണ്. ഇനി ഇടുന്നതാണ് കോറസ്കൾ. മാൾസിൻ്റെ കോറസ്കൾ 03. കുറച്ചിട്ടാൽ മതി. ഇതിൻ്റെ ഭയങ്കര ഷെയ്ഡാണ്. ഞാൻ ഈ ഷെയ്ഡ് അങ്ങനെ ഇടില്ല, വല്ല ഫങ്ഷന് മുമ്പ് ഇടുള്ളൂ. നല്ല ഡാർക്കായിട്ടുണ്ട്. എനിക്ക് പിന്നെ വേഗം ലിപ്സ്റ്റിക്ക് എന്തെങ്കിലും ഇട്ടുമെന്ന് വെച്ചാൽ എന്തിട്ടാലും, ലിപ് ലൈനറോ എന്തിട്ടാലും പെട്ടെന്ന് അത് പോകും. എൻ്റെ ലിപ്പിൽ ഹൈഡ്രേഷൻ കൂടുതലായതുകൊണ്ട് വേഗം പോകും. സോ ഇതാണ് മേക്കപ്പ് ലുക്ക്. ഇഷ്ടമായി. ഇനി നമുക്ക് സെറ്റിംഗ് സ്പ്രേ എനിക്ക് മേക്കപ്പ് ചെയ്താൽ സ്കിന്ന് വേഗം ഡാർക്കാവും. ഞാൻ അതുകൊണ്ട് കഴിയണത് മേക്കപ്പ് ചെയ്യാറില്ല. എനിക്ക് സ്കിൻ കെയർ ചെയ്യാനാണ് ഇഷ്ടം. മേക്കപ്പ് ഞാൻ ചെയ്യാറില്ല. പിന്നെ ഇങ്ങനെ മാരേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസിനാണ് ചെയ്യാറ്. സോ സെറ്റിംഗ് സ്പ്രേ അടിക്കാം. ഇതിൻ്റെ ഞാൻ വാങ്ങിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ഞാൻ ആകെ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്കെന്തോ യൂസ് ചെയ്ത് പറഞ്ഞാൽ ഡാർക്ക് ആവുന്ന പോലെ തോന്നും. സോ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. കണ്ടോ ഒരു സ്കിന്നിലത് ഇപ്പുറത്തായില്ല തോന്നുന്നു. അപ്പോൾ ഇപ്പുറത്തും കൂടെ എടുത്തിട്ട് കേട്ടോ. ഇപ്പം ഭംഗിയുണ്ട്, പക്ഷെ വെയിലത്തിറങ്ങിയാൽ എനിക്ക് ഡാർക്കാവും. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഓക്കെ ഗൈസ് ഇതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ സെറ്റിംഗ് സ്പ്രേ അടിച്ചാൽ ഡാർക്കാവും. ഒരുമാതിരി ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ് ഹെയർ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ആക്സസറീസ് ഇടാം. ഓക്കെ,
അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇടുന്നത് ഈ ഒരു വളയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാച്ചാണ്, കാസിയോ. ആൻഡ് ഹൈലൈറ്റർ ഇട്ടില്ല ഗൈസ്, ഞാനതാ നോക്കുന്നത്. എന്തൊരു കുറവുണ്ടല്ലോ, ഹൈലൈറ്റർ കുറച്ച് മതി. സെറ്റിംഗ് സ്പ്രേ അടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഹൈലൈറ്റർ ഇടുന്നത്. എത്ര കമ്മലിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഈ കമ്മലിൻ്റെയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മീഷോന്ന് വാങ്ങിച്ചാണ് പറഞ്ഞിട്ട്. ഇത് വാങ്ങിയിട്ട് സംതിങ് 2 years എങ്ങാണ്ടായി തോന്നുന്നുണ്ട്. 2 year ആയിട്ടുണ്ടാവും. എന്നിട്ടും ആ ഒരു കളറ് പോവേ, കല്ലൊന്നും പോയിട്ടെന്നില്ല. ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. ഇനി മാല നമുക്ക് ഈ ഒരു ഹാർട്ടിൻ്റെ ഒരു മാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മാല ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണല്ലോ. ഇതൊക്കെ ഇട്ടിട്ട് വരാം ഗായ്സ്. മാല ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കൈ ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റിങ് ഇട്ട് കൊടുക്കാം. ഇത് ഒരെണ്ണം ഇടുന്നുണ്ട്. ആൻഡ് ഈ ഇയറിങ്സ് ഇടാം. എല്ലാം റിങ്. ഇനി ഹെയർ ഒന്ന് ഞാൻ കെട്ടിയിട്ട് വരാം കേട്ടോ. ഞാൻ എന്തായാലും വിരിച്ചിട്ട് പോകാറില്ല. ഇതാണ് അപ്പോൾ എൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. ഈ ഷോളാണ് ഇതിൻ്റെ. മറ്റേത് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമുക്കിപ്പോൾ 700 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, വെറും 2 monthsലാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയില്ല. ഞാൻ ചെയ്തതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. ഇത് എൻ്റെ ഒരു രീതിക്ക് ഞാൻ ചെയ്യണ മേക്കപ്പാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.